എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഫൈനൽ മത്സരം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാർഷൽ ആർട്സ് മാനും ഗോകുവും അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. നമ്മുടെ ആൾക്കാരും അതുപോലെ തന്നെ ഓഡിയൻസും എല്ലാവരും അവർക്ക് സപ്പോർട്ട് കൊടുക്കും. എൽഡറിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗോകുവെ കൊന്നു കളയണം എന്നൊരാഗ്രഹം മാത്രമാണ് ഉള്ളത്. കാരണം ആളുടെ ബ്രദറിനെ ഇല്ലാതാക്കിയത് സാക്ഷാൽ ഗോകുവാണ്. ഇവിടെ ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് പോയി ഗോകുവിന് നേരെ ഫയർ പവർ ഉപയോഗിക്കും. ആ ഒരു പവറിൽ പെട്ട് പൊട്ടിത്തെറിച്ച് ഗോകു ഫ്ലോർ തകർത്ത് താഴേക്ക് പോവാണ്. പക്ഷെ ഞൊടിയിടയിൽ ഗോകു പുറത്തേക്ക് വന്ന് മൊട്ടപ്പന് നേരെ ഉപയോഗിച്ച അതേ ഇൻവിസിബിൾ ടെക്നിക്ക് അതുപയോഗിച്ച് സ്പീഡിൽ കറങ്ങും. പക്ഷെ അത് മൊട്ടപ്പനല്ല, മാർഷൽ ആർട്സ് മാനാണ്. അവൻ അവൻ്റെ 3 കണ്ണുകൾ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഗോകുവിനെ ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയിൽ അവൻ തെറിച്ചു പോയി വീഴും. ഗോകുവിനെ തൂക്കിയെടുത്ത് അങ്ങനെ തല്ലി തല്ലി കൊന്ന് അവനെ വീണ്ടും എടുത്തെറിയും. അതിനുശേഷം അവൻ ഇല്ലാതെ കിടക്കുന്ന ഗോകുവെ അവന്റെ ഡ്രസ്സിൽ പിടിച്ച് അങ്ങനെ ഉയർത്തിയെടുക്കുകയാണ്. ലീഡറിനും ആ കുഞ്ഞിപ്പയ്യനും ഭയങ്കര കോൺഫിഡൻസ്. തീർച്ചയായിട്ടും മാർഷൽ ആർട്സ് മാൻ അവനെ മത്സരത്തിൽ ജയിക്കുമെന്ന് പറയും. നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. റോഷി ആണെങ്കിൽ ഉച്ചത്തിൽ ഇപ്പൊ ഗോകു വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഗോകു ആണെങ്കിൽ എഴുന്നേൽക്കുന്നില്ല. ഇവിടെ ബുൽമയ്ക്കും ലോഞ്ചിനും എല്ലാവർക്കും ടെൻഷൻ കൂടും. ബോയ് ആണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഗോകു വിട്ടുകൊടുക്കില്ല. അവൻ കണ്ണു തുറക്കും. ഇവിടെ ആ ഒരു മാർഷൽ ആർട്സ് മാൻ അവൻ ഗോകുവെ വീണ്ടും ശക്തിയായിട്ട് മുകളിലേക്ക് വലിച്ചെറിയും. എൻ്റെ വോളിബോൾ ടെക്നിക് അത് ഞാൻ ഉപയോഗിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ ആ പവർ ഉപയോഗിച്ച് ഗോകുവെ തട്ടും. അവനാണെങ്കിൽ ഗോകുവിനെ മുകളിലേക്ക് വലിച്ചെറിയാണ്. അതിനുശേഷം അവൻ വീണ്ടും മുകളിലേക്ക് ചാടിപ്പോയി ഗോകുവിന്റെ വയറ്റിൽ ആഞ്ഞൊരടി. ഗോകു ആണെങ്കിൽ ഇരട്ടി ശക്തിയിൽ നിലത്തടിച്ചു വീഴും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഭീതിയോടുകൂടെ ഗോകുവെ തന്നെ നോക്കുകയാണ്. അവൻ ശ്വാസം എടുക്കുന്നുണ്ടോ, കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിച്ച് അവർ പേടിച്ച് നിൽക്കുമ്പോഴായിരിക്കും എല്ലാവർക്കും ഒരു ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഗോകു അവൻ വീണ്ടും ചാടി എഴുന്നേൽക്കുക. നമ്മുടെ ആൾക്കാരെല്ലാവരും അവന് കട്ട സപ്പോർട്ട് കൊടുക്കും. ഗോകു ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാനോട് പറയും, നീ എന്ത് കരുതി ഞാൻ തോറ്റുപോയെന്നോ അത് മരിച്ചു പോയെന്നോ? ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ ഫുൾ പവറും സ്ട്രെങ്ത് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ഓപ്പണന്റിന്റെ പവർ അതെന്താണെന്ന് മനസ്സിലാക്കും. സോ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ അടി വാങ്ങിയത് എൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി എൻ്റെ ടേൺ ആണെന്ന് പറയും. അത് കേട്ട് മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ സിമ്പിളായിട്ട് പറയും, ഇതെൻ്റെ ടേൺ തന്നെയാണ്, അടുത്ത ലക്ഷ്യം നിന്നെ കൊല്ലുക എന്നതാണെന്ന് പറഞ്ഞ് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് രണ്ടുപേരും ഇപ്പൊ പരസ്പരം നോക്കും. അവർ രണ്ടുപേരും സെക്കൻഡുകൾ കൊണ്ട് ഇപ്പൊ വീണ്ടും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഗോകു ആണെങ്കിൽ അവനെ പഞ്ച് ചെയ്ത് മുകളിലേക്ക് തെറിപ്പിക്കും. അതിനുശേഷം കാമേ പവർ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് റെഡിയാവും. പക്ഷെ അടുത്ത നിമിഷം അവൻ അങ്ങനെ ടേൺ ചെയ്ത് താഴേക്ക് വരികയാണ്. കാര്യം വഷളാണെന്ന് മനസ്സിലാക്കിയ ഗോകു അവൻ കാമേ പവർ അത് ഉപയോഗിക്കാതെ ആ മാർഷൽ ആർട്സ് മാൻ താഴേക്ക് വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ നിലത്ത് ലാൻഡ് ചെയ്യും. പക്ഷെ എന്താ, അവന്റെ വായിലൂടെ ചോര തുളുമ്പുകയാണ്. ഇവിടെ ബുൽമയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, എന്തുകൊണ്ടാണ് ഗോകു ഹാമേ പവർ അത് ഉപയോഗിക്കാതിരുന്നത്. അവന് വീണ്ടും ഒരവസരം എന്തിനു ഗോകു കൊടുത്തു. ഹാൻസം ബോയ് ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും വെറുതെ ഗോകു അങ്ങനെ ചെയ്യില്ല, അവന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പോ ചമ്പരം പടഞ്ഞ് എയറിലിരിക്കും. അല്പം നേരം എന്തൊക്കെയോ കോൺസെൻട്രേറ്റ് ചെയ്ത് മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് താഴെ വന്ന് ലാൻഡ് ചെയ്യും. അതിനുശേഷം ഗോകുവിനോട് പറയും, ഓക്കെ ഞാൻ നിന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ഗോകു ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. കൊണ്ടൊന്നല്ല, ആരെ കൊണ്ടും എന്നെ മനസ്സിലാക്കാനോ എന്റെ പവർ മെഷർ ചെയ്യാനോ കഴിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഗോകു പഞ്ച് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. മാസ്റ്റർ റോഷി ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാനെ നോക്കും. അവൻ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാണ്. അവന്റെ മൂവ്മെന്റ് അത് ഗോകുവിന് മനസ്സിലാക്കാനും അവനെ ബ്ലോക്ക് ചെയ്യാനും സാധിച്ചിട്ടില്ല എങ്കിൽ സിറ്റുവേഷൻ വളരെ വൾനറബിൾ ആവും. അത് കേൾക്കുമ്പോൾ മുട്ടപ്പനും അല്പം ടെൻഷൻ ആവുകയാണ്. അടുത്ത സെക്കൻഡ് ഗോകുവും ആ മാർഷൽ ആർട്സ് മാനും അവർ രണ്ടുപേരും പരസ്പരം ചാടി വീണ് വീണ്ടും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. രണ്ടുപേരും വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് പോരാടും. ആണെങ്കിൽ ഫൈറ്റ് ഒന്ന് പൗസ് ചെയ്യും. അതിനുശേഷം ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ബ്രീത്ത് എടുത്ത് വിടുകയാണ്. റോഷി ആണെങ്കിൽ അത് കണ്ട് അവന്റെ ബ്രീത്ത് പോലും ഓരോ ടെക്നിക്കാണെന്ന് പറയും. ഗോകു ആണെങ്കിൽ അവനെ തന്നെ സൂക്ഷിച്ച് നോക്കി മൂവ്മെന്റ്സിനനുസരിച്ച് തന്നെ ഓപ്പോസിറ്റ് മറ്റൊരു മൂവ്മെന്റ് കൊടുക്കുകയാണ്. ഗോകു ആണെങ്കിൽ അറഞ്ചം പുറഞ്ചം ഇപ്പൊ മാർഷൽ ആർട്സ് മാനെ പഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരുപാട് നേരം അവന്റെ പഞ്ച് മേടിച്ച് ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ ഗോതയുടെ തൊട്ട് ബ്രിമ്മിൽ എത്തുകയാണ്. ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ വീണ്ടും പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ബുൽമയ്ക്കാണെങ്കിൽ ഭയങ്കര ആവേശം. അവളാണെങ്കിൽ ആവേശം കൂടി പന്നിത്തലേന്റെ തലയിൽ അറഞ്ചം പുറഞ്ചം ആഞ്ഞിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോകു ഒരുപാട് കഷ്ടപ്പെട്ട് ആ മാർഷൽ ആർട്സ് മാനെ പുറത്തേക്ക് തള്ളിയിടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ ഇപ്പൊ ഗോകുവെ പുറകിലേക്ക് തട്ടിത്തെറിപ്പിച്ച് അവന്റെ പഞ്ചിങ് മെത്തേഡ് ഉപയോഗിച്ച് ഗോകുവെ അറ്റാക്ക് ചെയ്യുകയാണ്. ഗോകു ആണെങ്കിൽ ചാടി അവന്റെ ഓരോ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് പുറകോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് പഞ്ച് മേടിച്ച് ഗോകു ആണെങ്കിൽ ഫോട്ടോ ഫ്രെയിമിംഗ് പവർ അതുപയോഗിച്ച് ഇപ്പോ അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഗോകുവിന്റെ ഒരുപാട് രൂപങ്ങൾ അവൻ ചുറ്റും. ആങ്കർ ആണെങ്കിൽ ഒരുപാട് ഗോകുകളെ കണ്ട് അങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഗോകുവിന്റെ പെർഫോമൻസ് കണ്ട് ആവേശം കൂടും. ടോട്ടലായിട്ട് ഗോകുവിന്റെ 10 രൂപങ്ങളാണ് അവന് ചുറ്റും ഉള്ളത്. അവനാണെങ്കിൽ ഫോക്കസ് ചെയ്ത് ഇപ്പോൾ അതിൽ ഒരു രൂപത്തിൽ ആഞ്ഞടിക്കും. പക്ഷെ ഇത് റിയൽ ഗോകു അല്ല, അവന്റെ വെറും ഒരു ഫോട്ടോ ഫ്രെയിമാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഗോകുവിന്റെ ഓരോ രൂപത്തിൽ മാറി അടിക്കും.
മാസ്റ്ററിൻ്റെയും മൊട്ടപ്പൻ്റെയും നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ അതിവിദഗ്ധമായി അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് കറങ്ങി വന്ന് ഇപ്പോൾ അവനെ ചവിട്ടി താഴെയിടും. അതിനുശേഷം അവൻ്റെ ഓരോരോ ഇമേജസ് ആയിട്ട് ഇപ്പം മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടി കിട്ടി താഴെ വീണ ആ മാർഷൽ ആർട്സ് മാൻ അനക്കമില്ല. ബൊൽമയ്ക്കാണെങ്കിൽ ഇത് കണ്ട് ബല്യന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ അവള് ഹാൻസം മാനെ ഹഗ് ചെയ്ത് അവനെ പിടിച്ചു കുലുക്കി അങ്ങനെ പുളകിതയായിട്ട് നിൽക്കുകയാണ്. അവനാണെങ്കിൽ വേദന കൊണ്ട് നിലവിളിക്കും. അത് കണ്ട് ആ റാബിറ്റും കുട്ടനും അവർ രണ്ടുപേരോടും ബൊൽമയോട് കെയർഫുൾ ആയിട്ട് നിൽക്കാനായി പറയും. എന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി എല്ലാവരും ആശ്വസിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇപ്പൊ ആ മാർഷൽ ആർട്സ് മാൻ അവൻ വീണ്ടും എഴുന്നേറ്റ് വരിക. ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗോക്കു ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവനെ ഒന്ന് നോക്കും, അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്ന്. അതിനവൻ പറയും, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിന്നെ കൊല്ലാതെ ഞാൻ ഈ കോതയിൽ നിന്നും പുറത്തേക്ക് പോവില്ല. കുട്ടിയിടയിൽ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ വീണ്ടും അവന്റെ ബോഡിയിൽ നിന്ന് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പവർ അത് പുറത്തേക്ക് കൊണ്ടുവരും. അതെല്ലാവരുടെയും വിഷൻസും മറക്കുകയാണ്. ഗോകുവിനാണെങ്കിൽ യാതൊരു കുലുക്കവും ഇല്ല, അവൻ അങ്ങനെ ടെററായിട്ട് നിൽക്കും. മാർഷൽ ആർട്സ് വില്ലൻ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഫുൾ പവറിൽ ഓടി വന്ന് ഗോകുയെ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം ഗോകു കറക്റ്റ് ആയിട്ട് അവന്റെ പഞ്ച് അങ്ങനെ ലോക്ക് ചെയ്യാണ്. അത് കണ്ട് മാർഷൽ ആർട്സ് മാൻ ഞെട്ടും. ഗോകു ആണെങ്കിൽ അവന്റെ കൈ പിടിച്ച് തിരിച്ച് വയറ്റിലൊരൊറ്റ കിട്ടി. ആ ഒരു പഞ്ചിൽ അവൻ മൊത്തത്തിൽ തകർന്ന് താഴേക്ക് വീഴും. ഗോകു ആണെങ്കിൽ വിക്ടറി ചിഹ്നമൊക്കെ കാണിച്ചു കൊടുക്കും. നീ ഇത് കണ്ടോ, എന്റെ കയ്യിൽ സൺഗ്ലാസ് ഉണ്ട്, നിന്റെ ഈ ലൈറ്റ് ക്ലിയർ പവർ അതെന്നെ ലേസിലാന്ന് പറയും. അത് കേട്ട് അവൻ ഞെട്ടുകയാണ്. ഓ നോ, നിനക്ക് എപ്പോഴാണ് ഈ ഗ്ലാസ് കിട്ടിയെന്ന് ചോദിച്ച് അവൻ താഴേക്ക് വീഴും. ഇവിടെ എൽഡർ ആണെങ്കിൽ മാർഷൽ ആർട്സ് മാൻ ആള് താഴേക്ക് വീഴുന്നത് കണ്ട് ഷോക്ക് ആവുകയാണ്. ഓ നോ, എഴുന്നേക്ക്, അവനെ കൊല്ല്, ഒരു കാരണവശാലും നീ തോക്കാനായിട്ട് പാടില്ല. ആങ്കർ ആണെങ്കിൽ കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ബുൽമയ്ക്കാണെങ്കിൽ അതെങ്ങനെയാണ് ആ ടെക്നിക്ക് ഉപയോഗിച്ചതെന്ന് മനസ്സിലാവില്ല. അതിന് ഹാൻസം ബോയ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ആ ഒരു മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവൻ്റെ ക്ലിയർ പവർ അതുപയോഗിച്ച് ഗോകുവിൻ്റെ വിഷൻ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഗോകു അവനാണെങ്കിൽ ലൈറ്റിന്റെ വേഗത്തിൽ മാസ്റ്ററിന്റെ കണ്ണിലുണ്ടായിരുന്ന ആ ഗ്ലാസ് അത് അടിച്ചു മാറ്റി അവൻ്റെ കണ്ണിൽ വെച്ചു. ക്ലെയർ അവൻ്റെ വിഷനെ ബ്ലോക്ക് ചെയ്യാതെ ഗോകുവിനെ കൊണ്ട് കറക്റ്റായിട്ട് അവൻ്റെ പഞ്ച് ബ്ലോക്ക് ചെയ്യാനും അവൻ ഇടിച്ച് താഴെ വീഴ്ത്താനും സാധിച്ചു. ഉൽമയാണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് ഷോക്കായി ഇപ്പൊ ഇംപ്രസ്ഡ് ആയി ഗോകുവെ തന്നെ നോക്കും. ഇവിടെ ഗോകു ആണെങ്കിൽ ഹാപ്പിയായി ഇപ്പൊ മാസ്റ്ററിന് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് ആളുടെ കൂളിംഗ് ഗ്ലാസ് തിരികെ കൊടുക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്ത് ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ചാടി വന്ന് ഗോകുവിന്റെ കഴുത്തിൽ ആഞ്ഞൊരു ചവിട്ട്. ഗോകുവിനാണെങ്കിൽ ഇപ്പൊ നേരത്തേക്ക് കിളി പോയ അവസ്ഥയിൽ അവൻ അങ്ങനെ ആടി നിൽക്കും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ വിളിച്ചു പറയും, നീ ഗിവ് അപ്പ് ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്, അതല്ല എങ്കിൽ നിന്നെ ഉറപ്പായിട്ട് ഞാൻ കൊല്ലും. ആണെങ്കിൽ ആളുടെ സൺഗ്ലാസിലേക്ക് നോക്കും, അത് തകർന്നിരിക്കുകയാണ്. ഇവിടെ ആ ഒരു എൽഡർ അവൻ ദേഷ്യപ്പെടും. ഗോകുവിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കും. ഇവിടെ ഗോകു ആണെങ്കിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് മാർഷൽ ആർട്സ് മാൻ്റെ അടുത്തേക്ക് വന്ന് പറയും, ഞാനിത് ഒരു ഗെയിമായിട്ട് മാത്രമാണ് കാണുന്നത്. ഗോകുവും മാർഷൽ ആർട്സ് മാനും വീണ്ടും ഇടിക്കാനായിട്ട് പാഞ്ഞടുക്കും. അടുത്ത നിമിഷം മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഒരു പവർ ഉപയോഗിച്ച് ഗോകുയെ ഫ്രീസ് ചെയ്ത് ഗോകുയെ ആഞ്ഞടിച്ച് താഴേക്ക് ഇടുകയാണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഫെയർ ഗെയിം എന്ന് പറഞ്ഞ് ഇപ്പൊ ഗോകു ആണെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.